മരുന്ന് വിതരണ മേഖലയിൽ നടക്കുന്ന നിയമലംഘനങ്ങളുടെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് എറണാകുളം ജില്ലയിൽ നിന്നും പുറത്തുവന്നത്. വ്യാജ കുറിപ്പടി നിർമ്മിച്ച് മരുന്ന് വാങ്ങുന്നവരും കുറിപ്പടി പോലും ആവശ്യപ്പെടാതെ മരുന്ന് വിൽക്കുന്ന മെഡിക്കൽ ഷോപ്പുകളുടെയും വാർത്തകൾ ന്യൂസ് മലയാളം പുറത്തുവിട്ടു. വാർത്ത ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനങ്ങാപ്പാറ നയമാണ് അധികൃതർ ഇപ്പോഴും തുടരുന്നത്. മേഖല കേന്ദ്രീകരിച്ച് ഞെട്ടിക്കുന്ന വാർത്തകളാണ് എറണാകുളം ജില്ലയിൽ നിന്നും പുറത്തുവരുന്നത്. കുറിപ്പടിയില്ലാതെ മരുന്നുകൾ വിൽക്കുന്ന വാർത്ത ന്യൂസ് മലയാളം പുറത്തുവിട്ടു. സൈക്കോട്രോപിക് ഷെഡ്യൂൾ എച്ച് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മരുന്നുകളാണ് സർക്കാരിന്റെയും ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുടെയും നിയമങ്ങൾ കാറ്റിൽ പറത്തി വിൽപ്പന പൊടിപൊടിക്കുന്നത്. പിന്നാലെ നടത്തിയ അന്വേഷണത്തിൽ കൂടുതൽ തട്ടിപ്പുകൾ പുറത്തായി. ഡോക്ടർമാരുടെ പേരിൽ വ്യാജ പ്രിസ്ക്രിപ്ഷൻ തയ്യാറാക്കി അതുപയോഗിച്ച് മരുന്ന് വാങ്ങുന്ന സംഘത്തിന്റെ വാർത്തയും ന്യൂസ് മലയാളം പുറത്തുവിട്ടു. ഡോക്ടർമാരുടെ പേര് കൃത്രിമമായി നിർമ്മിച്ച വ്യാജ ലെറ്റർ പാഡ്, കയ്യക്ഷരവും ഉപയോഗിച്ച് വ്യാജ കുറിപ്പടികൾ ഉണ്ടാക്കുക, അങ്ങനെ നീളുന്നു നിയമലംഘനങ്ങൾ. മരുന്ന് വിൽപ്പന മേഖലയിൽ കൃത്യമായ പരിശോധന നടത്താനും നിയന്ത്രണം കൊണ്ടുവരാനുമായി ഓപ്പറേഷൻ അമൃതയടക്കം ആരംഭിച്ചെങ്കിലും അതിപ്പോൾ നിർജ്ജീവമാണെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഈ വർഷത്തോടെ ആന്റിബയോട്ടിക്കുകളുടെ അനാവശ്യ ഉപയോഗം നിർത്തലാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമാക്കിയതാണ്. ഡോക്ടറുടെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഡ്രഗ്സ് കൺട്രോള് വളരെ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിക്കൊണ്ട് ഇങ്ങനെ കുറിപ്പടി ഇല്ലാതെ ഓവർ ദ കൗണ്ടർ ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന മെഡിക്കൽ ഷോപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണം എന്ന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ അമൃത് എന്ന പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. സ്ഥിരമായി ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നത് മരുന്നുകളെ പ്രതിരോധിക്കാൻ സാധ്യതയുള്ള രോഗാണുക്കൾ മൂലമുള്ള അണുബാധയ്ക്ക് കാരണമാകും. AMR എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ആന്റി മൈക്രോബിയൽ റെസിഡൻസ് എന്നാണ് ഈ അവസ്ഥയെ പറയുന്നത്. ഇത് ഒഴിവാക്കാനാണ് ആന്റിബയോട്ടിക്കുകളുടെ വിൽപ്പനയിൽ സംസ്ഥാന സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ നിയന്ത്രണങ്ങൾ കടലാസിൽ മാത്രം ഒതുങ്ങി. അനാവശ്യമായ രീതിയിൽ സൈക്കോട്രോപിക് മരുന്നുകൾ ഉപയോഗിക്കുന്നത് വ്യക്തികളിൽ ഭാവിയിൽ മാനസിക തകരാറുകൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ളവയാണ്. ന്യൂസ് മലയാളം, കൊച്ചി. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് കഴിഞ്ഞ ദിവസമാണ് ഗുരുതരമായ വൈകല്യങ്ങളോടെ ആലപ്പുഴയിൽ കുഞ്ഞ് ജനിച്ചത്. ഗർഭിണിയായിരിക്കെ എല്ലാ സ്കാനിങ്ങുകളും പൂർത്തിയാക്കിയിട്ടും വൈകല്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കടപ്പുറം വനിതാ ശിശു ആശുപത്രി, വണ്ടാരം മെഡിക്കൽ കോളേജ് എന്നിവയ്ക്കെതിരെ പരാതി ഉയരുന്നത് ഒരു പുതിയ കാര്യമല്ല. ആലപ്പുഴയ്ക്ക് ഏറെ ആശ്വാസം പകർന്നാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് പ്രവർത്തനം ആരംഭിക്കുന്നത്. വർഷങ്ങൾ പിന്നിടുമ്പോൾ ആശുപത്രിക്കെതിരെ ഗുരുതര ചികിത്സാ പിഴവുകളാണ് ആരോപിക്കപ്പെടുന്നത്. നവജാത ശിശുവിന്റെ ഗുരുതര വൈകല്യങ്ങൾ സ്കാനിങ്ങിൽ തിരിച്ചറിയാത്തതിൽ വനിതാ ശിശു ആശുപത്രിയിലെ ഡോക്ടർമാരാണ് 1-2 പ്രതിസ്ഥാനത്ത്. സ്വകാര്യ ലാബിന്റെ വീഴ്ചയാണെന്ന് പറയുമ്പോഴും ആശുപത്രിയിൽ ഉപകരണം ഇല്ലാത്തതുകൊണ്ട് മാത്രമല്ല, ചില ഡോക്ടർമാർ പരിശോധനകൾ നടത്താൻ തയ്യാറാകുന്നില്ലെന്ന ആരോഗ്യമന്ത്രിയുടെ വിമർശനവും പ്രസക്തമാണ്. അവിടെ സ്കാനിങ് മെഷീൻ്റെ കുറവല്ല, അതിൽ ഇത്തരത്തിലുള്ള സ്കാനിങ് ഗൈനക്കോളജിസ്റ്റുകൾക്ക് അവിടെ അവർ ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചെയ്യാത്തത് കൊണ്ട് അത് ഔട്ട്സോഴ്സ് ചെയ്ത് സ്കാനിങ് സെന്ററിലേക്ക് വിടുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയിലെ ആരോഗ്യ മേഖലയിൽ സമീപകാലത്തുണ്ടായത് ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ്. മാസങ്ങൾക്ക് മുമ്പാണ് പ്രസവാനന്തര പരിചരണത്തിലായിരുന്ന ഷിബിനെയും കടുത്ത പനിയെ തുടർന്ന് വണ്ടാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച വയോധിക ഉമബി മരിച്ചത്. ചികിത്സപ്പിഴവ് മൂലമെന്നായിരുന്നു കുടുംബങ്ങളുടെ പരാതി. ഇരുവരുടെ മരണത്തിൽ ചികിത്സപ്പിഴവോ ആശുപത്രിയുടെ വീഴ്ചയില്ലെന്നായിരുന്നു അധികൃതരുടെ പക്ഷം. എന്നാൽ ഉമബയുടെ മൃതദേഹവുമായി കുടുംബം ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. ആശുപത്രികൾക്കെതിരെയുള്ള ആരോപണങ്ങളിൽ 180 കോടി രൂപ ചെലവ് നിർമ്മിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിൽ ആഭ്യന്തര വിജിലൻസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ ഗുരുതര ക്രമക്കേടാണ് ഏറ്റവും പുതിയത്. പരിശോധനയിൽ കെട്ടിട നിർമ്മാണത്തിലും ഇലക്ട്രിക് പ്ലംബിംഗ് വിഭാഗത്തിലും ഗുരുതര ക്രമക്കേട് നടന്നതായും കണ്ടെത്തിയിരുന്നു. ഗർഭകാലത്ത് ജില്ലയിലെ സാധാരണക്കാരുടെ പ്രധാന ആശ്രയമാണ് വനിതാ ശിശു ആശുപത്രി. 1 വർഷം മുമ്പ് പ്രസവത്തിനിടയിൽ നവജാത ശിശുവിന്റെ വലത് കൈ തളർന്നു എന്നുള്ളതാണ്
ആശുപത്രിക്കെതിരെ ഉയർന്ന ഏറ്റവും ഒടുവിലത്തെ പരാതി. സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് 7 മാസത്തെ സ്വകാര്യ ആശുപത്രിയിലെ ഗർഭകാല ചികിത്സ അവസാനിപ്പിച്ച് ആലപ്പുഴ ചിറപ്പറമ്പിൽ വിഷ്ണുവും അശ്വതിയും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലെത്തുന്നത്. വാക്കബ് ഉപയോഗിച്ച് നടത്തിയ പ്രസവത്തിൽ കുഞ്ഞിന്റെ വലത് കൈ തളർന്നു. 6 മാസം കൊണ്ട് കൈയുടെ പ്രശ്നം മാറുമെന്നായിരുന്നു ആശുപത്രിയുടെ മറുപടി. എന്നാൽ കഴിഞ്ഞ 1 വർഷമായി കുട്ടി ചികിത്സയിലാണ്. ആശുപത്രികൾക്കെതിരെ പരാതി ഉയരുമ്പോൾ ആരോഗ്യവകുപ്പ് വിദഗ്ധ സംഘത്തെ നിയമിക്കും, പോലീസ് കേസെടുക്കും. എന്നാൽ കേസ് സംബന്ധിച്ച അന്വേഷണം പൂർത്തിയായാലും നടപടി ഉണ്ടാകില്ല. അതിന് പോലീസിന്റെ മറുപടി ഇങ്ങനെ: ആ രേഖകൾ വിശകലനം ചെയ്യാൻ ഒരു പ്രാപ്തി ഒരു പോലീസ് ഓഫീസറിന് സാധ്യമല്ല. അതിനെപ്പറ്റി ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ കൂടി തേടേണ്ടതായിട്ടുണ്ട്. എക്സ്പെർട്ട് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം അഭിപ്രായം ആരായുക എന്നുള്ളതല്ല, ടീം ഓഫ് ഡോക്ടേഴ്സാണത് ചെയ്യേണ്ടത്. മെഡിക്കൽ ബോർഡാണ് അതിൽ ഫൈനലായിട്ടുള്ള ഒപ്പീനിയൻ നൽകേണ്ടത്. വിദഗ്ധ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന് മേൽ യോഗം ചേർന്ന് നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പക്ഷേ നടപടികൾ അന്വേഷണത്തിൽ മാത്രം ഒതുങ്ങുകയാണ്. പോലീസും വിദഗ്ധ സംഘവും അന്വേഷണം നടത്തിയതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാവില്ല. ഗുരുതര വീഴ്ച വരുത്തുന്ന ആരോഗ്യ പ്രവർത്തകർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും സർക്കാർ തയ്യാറാവണം. ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ ദീപക് ജേക്കബിനൊപ്പം മനീഷ് ഐഷ മാത്യു, ന്യൂസ് മലയാളം. 4 മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ച് 8 വർഷമായിട്ടും നീതി കിട്ടാത്ത വേദനയിലാണ് തിരുവനന്തപുരത്തെ രമ്യയും സുരേഷ് ബാബുവും. SAT ആശുപത്രിയിലെ ചികിത്സാ പിഴവിനെതിരെ വർഷങ്ങൾ സമരം ചെയ്തിട്ടും കുറ്റക്കാർക്കെതിരെ നടപടിയില്ല എന്നാണ് ആക്ഷേപം. പാലിയോട് സ്വദേശികളായ സുരേഷും രമ്യയും ഇപ്പോഴും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ്. അത് പേടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലിരിക്കുക. ഒരുപാട് ഓഫീസിൽ കയറി ഇറങ്ങി, പക്ഷെ നീതിയില്ല ഇതുവരെ. 2016 ജൂലൈയിലാണ് 4 മാസം പ്രായമുള്ള രുദ്ര മരിച്ചത്. SAT ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് കാരണമായി മാതാപിതാക്കൾ പറയുന്നത്. യുവജന കമ്മീഷൻ മുഖേന ഇയറിംഗ് നടത്തിയപ്പോഴും കുറ്റക്കാരെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവരുടെ സംസാരത്തിൽ ഞങ്ങൾക്ക് തന്ന ക്യാഷ് ഷീറ്റ്, OP ഷീറ്റ്, എല്ലാത്തിനും മരുന്നിന്റെ റിസൾട്ട് എല്ലാത്തിലും അവരുടെ ഭാഗത്താണ് പിഴയെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ടും അവർക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ഡോക്ടർമാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സുരേഷ് ബാബുവും ഭാര്യയും കയറിയിറങ്ങിയ ഓഫീസുകൾക്ക് കണക്കില്ല. പക്ഷേ കേസെടുത്തത് വീഴ്ച സംഭവിച്ച ഡോക്ടർമാർക്കെതിരെ ആയിരുന്നില്ല. മോളെ കൊണ്ട് നമ്മളിപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുന്നു വെച്ചോ, പക്ഷേ ഞങ്ങൾ പോയിട്ട് വീട്ടിൽ വരുമ്പോൾ അടുത്തൊരു പോസ്റ്റ് തന്നെ അവിടെ നിന്ന് പോലീസെ കൊണ്ടുവരും. അടുത്ത 10,000 വരെ പെറ്റി വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ ഈ പെറ്റി അടയ്ക്കാനാണ് നമുക്ക് ഇതുള്ളൂ. അതുകൊണ്ട് നമ്മളിപ്പം പേടിച്ചിട്ടിപ്പം അല്ലാതെ എല്ലാവരും ഇടവിട്ട് പോകണം. അല്ലാതെ ഒറ്റയ്ക്ക് ഒരോടും ഇപ്പം സെക്രട്ടേറിയറ്റിലോ ഒരോടും ഞങ്ങൾ പോകില്ല. കഴിഞ്ഞ ഇവർ വേണമെങ്കിൽ കള്ള കേസിലെടുക്കും. ഇപ്പം എനിക്ക് 36 കേസെടുത്ത്. അനുജത്തി നഷ്ടപ്പെട്ട 3.5 വയസ്സുകാരി ദുർഗ മാതാപിതാക്കൾക്കൊപ്പം സമരത്തിനുണ്ടായിരുന്നു. വാർത്തകളിൽ ഇടം പിടിച്ചെങ്കിലും നടപടി മാത്രം ഉണ്ടായില്ല. ഈ ഇടയ്ക്ക് നമ്മൾ പോയി സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ പോയി ഞാൻ 2 നിവർത്തിയില്ല. സഖിയിട്ട് ഞാൻ 2 പിള്ളേരെയും ഞാനോടായിട്ട് പോയി ഇടയ്ക്ക് പോയി ഞങ്ങൾ കുറച്ച് ദിവസമായുള്ളൂ ഞങ്ങൾ പോയി കിടന്നു. അത് ഒത്തീർപ്പായി കിട്ടുമ്പോൾ നമുക്ക് നീതി വേണം, അത്രേ ഉള്ളൂ. എനിക്ക് എൻ്റെ മോക്ക് പറ്റിയൊരവസ്ഥ ഇനിയൊരു കുഞ്ഞിന് വരില്ല, അത്രേ ഞങ്ങൾക്കുള്ളൂ. ആദ്യഘട്ടത്തിൽ ഡോക്ടർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു, എന്നാൽ കേസെടുത്തില്ല. സുരേഷ് ബാബുവും ഭാര്യയും ഇന്നും സമരത്തിലാണ്, നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ. ഈ മാതാപിതാക്കളുടെ സങ്കടം ഒറ്റപ്പെട്ടതല്ല. ചികിത്സാ പിഴവിൽ ഭൂരിഭാഗവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് 8 വർഷമായിട്ടും നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് ഇവർ. രോഹിൻ രാജിനൊപ്പം ബിനിൽ ലീല സാബു, ന്യൂസ് മലയാളം, തിരുവനന്തപുരം. വിശദ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ബെൻസൺ, കൊച്ചിയിൽ നിന്ന് കെബിൻ, ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു, തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു എന്നിവർ ചേരുകയാണ്. ആദ്യം കോഴിക്കോട് ബെൻസണിലേക്ക് പോവുകയാണ്. ബെൻസൺ, ഞാൻ ഈ റിപ്പോർട്ട് കാണുമ്പോൾ ഓർക്കുകയായിരുന്നു, ഓരോ ദിവസവും ഇവിടെ വാർത്ത വായിക്കാനിരിക്കുമ്പോൾ ചികിത്സാ പിഴവ് സംബന്ധിച്ച ഒരു വാർത്തയെങ്കിലും എത്താറുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച 4 പാക്കേജുകൾ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെക്കാൾ എത്രയോ അധികമാണ് നമ്മൾ ഈ കൊട്ടിഘോഷിക്കുന്ന കേരളത്തിൻ്റെ ആരോഗ്യ മോഡൽ, കേരള മോഡൽ എന്നൊക്കെ കൊട്ടിഘോഷിച്ച് പറയുമ്പോഴും കേരളത്തിൽ സംഭവിക്കുന്നത് ഇതിലും എത്രയോ ഇരട്ടിയാണ് എന്ന യാഥാർത്ഥ്യ ബോധമുണ്ട്. കോഴിക്കോട് എന്ന കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ എന്താണ് ബെൻസന് മനസ്സിലായിട്ടുള്ള ചിത്രം? ഈ ഇരകളുടെയൊക്കെ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം, അതിനൊക്കെ ആ വഴിയിൽ അവർക്ക് നീതി കിട്ടുന്നുണ്ടോ? എന്താണ് ബെൻസന് കോഴിക്കോട് നിന്ന് മനസ്സിലാകുന്ന കാര്യങ്ങൾ?
ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ചികിത്സാ പിഴവുകളും ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള അനാസ്ഥകളെ സംബന്ധിച്ചുള്ള വാർത്തകൾ, നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇക്കാലയളവിൽ വന്നിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ടത് കേരളത്തിലെ തന്നെ ചികിത്സാ പിഴവുകളുടെ ക്ലാസിക് എക്സാമ്പിൾ എന്ന് പറയാം ഹർഷിനയുടെ വിഷയം. ഏകദേശം ഒരു 4 വർഷക്കാലമായി ആ ഒരു വിഷയം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചർച്ചയാകുന്നതും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നതും എല്ലാമാണ്. എന്നാൽ ഇപ്പോഴും നമുക്കറിയാം ഹർഷിനയ്ക്ക് ഇതുവരെയും നീതി ലഭിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ളൊരു അവർക്ക് ലഭിക്കേണ്ട നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ അതിലെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അത് ഹർഷിനയുടെ കേസ് തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം ചർച്ചയായിട്ടുള്ളൊരു വിഷയമായിരുന്നു. നമ്മൾ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ കോഴിക്കോട് നിന്നും സ്റ്റോറി ചെയ്ത അതിൽ നമ്മളൊരു 4 ചികിത്സാ പിഴവുകൾ സംബന്ധിച്ച വാർത്തകൾ കണ്ടു. അത് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിനുള്ളിൽ ന്യൂസ് മലയാളം കോഴിക്കോട് ബ്യൂറോയിൽ നിന്നും പുറത്തുവിട്ട വാർത്തകൾ മാത്രമാണത്. ആ 4 എണ്ണം അതിലധികമാണ് ഈ കഴിഞ്ഞ 3 മാസ കാലയളവിൽ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചിട്ടുള്ള ചികിത്സാ പിഴവുകൾ. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ളതുണ്ട്, അതോടൊപ്പം തന്നെ ബീച്ച് ആശുപത്രിയിൽ നിന്നുള്ളതുണ്ട്, വിവിധ സ്വകാര്യ ആശുപത്രികളിൽ നിന്നുള്ളതുണ്ട്, മലബാർ മെഡിക്കൽ കോളേജ് എന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആശുപത്രികളിൽ നിന്നും നിരവധിയായിട്ടുള്ള ചികിത്സാ പിഴവുകൾ. അതിൽ ചികിത്സാ പിഴവുകൾ എന്ന് പറയുമ്പോൾ അതിൽ ഇരയാക്കപ്പെട്ടവരുടെ ജീവൻ നഷ്ടപ്പെട്ടതും അതോടൊപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള ശാരീരിക അവസ്ഥയിലൂടെ ഇപ്പോഴും കടന്നു പോകുന്ന രീതിയിൽ ആശുപത്രിയിൽ കഴിയുന്ന ആളുകൾ, അങ്ങനെ വലിയ രീതിയിൽ ഇപ്പോഴും അതിൻ്റെ ആഘാതം അനുഭവിക്കുന്ന കുടുംബങ്ങളാണ് നമുക്ക് ഈ വാർത്തകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ നവംബർ 10-ാം തീയതി ആർമി റിക്രൂട്ട്മെന്റ് റാലിയുടെ ഭാഗമായി കോയമ്പത്തൂരിലെത്തിയ ഒരു യുവാവ്, 24 വയസ്സ് മാത്രമുള്ള കോഴിക്കോട് ചെക്യാട് സ്വദേശിയായിട്ടുള്ള അശ്വിൻ, ഈ റാലി റിക്രൂട്ട്മെന്റ്, അതായത് മിലിറ്ററി റാലി റിക്രൂട്ട്മെന്റിന്റെ ഇടയിൽ കൂട്ടയോട്ടമായിരുന്നു. അതിനിടയിൽ അദ്ദേഹം വീണ് കാലിന്റെ തുടയെല്ല് പൊട്ടുന്നു. ആദ്യഘട്ടത്തിൽ കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്ന് 10-ാം തീയതി വൈകുന്നേരം ഏകദേശം 3 മണിയോടുകൂടി തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുന്നു. അവിടെ അടിയന്തര ചികിത്സ അവിടെ വെച്ച് നൽകുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർമാർ പരിശോധിക്കുന്നു. അതിനുശേഷം പറയുന്നു തുടയെല്ല് പൊട്ടിയിട്ടുണ്ട്, ഇപ്പോൾ തന്നെ അടിയന്തരമായി ചികിത്സ ചെയ്യണം, അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട്. ശസ്ത്രക്രിയ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ മജ്ജ രക്തത്തിൽ കലർന്ന് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകും. അതായത് സ്ട്രോക്ക് അടക്കമുള്ള പക്ഷാഘാതം അല്ലെങ്കിൽ ഹൃദയാഘാതം അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകാം. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ടതുണ്ട് എന്നറിയിക്കുന്നു. അങ്ങനെ ശസ്ത്രക്രിയ ചെയ്യാനുള്ള നടപടികളെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നു. 10-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച രാവിലെ ശസ്ത്രക്രിയ ചെയ്യാമെന്ന് കുടുംബത്തെ അറിയിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ രേഖകൾ പൂരിപ്പിക്കുന്നു, മറ്റ് ടെസ്റ്റുകളെല്ലാം നടത്തുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു. എന്നാൽ തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ, അതായത് നവംബർ 11-ാം തീയതി രാവിലെ 6 മണി മുതൽ അശ്വിനും അശ്വിൻ്റെ കുടുംബവും ശസ്ത്രക്രിയ നടക്കുമെന്ന് കരുതി മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഓപ്പറേഷൻ തിയേറ്റർ റൂമിൽ കാത്തിരിക്കുകയാണ്. എന്നാൽ വൈകിട്ട് ഏകദേശം 3 മണിയോടുകൂടി ആശുപത്രി അധികൃതർ, അതായത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യാവസ്ഥയിലേക്ക് പോകും, അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞ അതേ ഡോക്ടർമാർ തന്നെ തിങ്കളാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടി അവരുടെ അടുത്ത് വന്ന് പറയുന്നു ഇന്ന് ശസ്ത്രക്രിയ ചെയ്യാൻ കഴിയില്ല, നമുക്ക് വെള്ളിയാഴ്ച മാത്രമേ ഇനി ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ കുടുംബം വല്ലാതെ ഭയപ്പെടുന്നു. കാരണം അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്ന് പറഞ്ഞ അതേ ഡോക്ടർമാർ തന്നെയാണ് ശസ്ത്രക്രിയ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയുന്നത്. അങ്ങനെ അശ്വിനുമായി ഇവർ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. എന്നാൽ അപ്പോഴേക്കും അശ്വിൻ്റെ ഈ തുടയെല്ല് പൊട്ടിയതിനാൽ മജ്ജ രക്തത്തിൽ കലർന്ന് അത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അശ്വിനെ ഈ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ അശ്വിൻ്റെ കോമയിലേക്ക് എന്ന പോലെ ഒരു അവസ്ഥയിലേക്കായിട്ടുണ്ടായിരുന്നു. നിലവിൽ ഇപ്പോഴും, അതായത് നവംബർ 11-ാം തീയതി ഇത് സംഭവിച്ചതിന് ശേഷം ഈ ശസ്ത്രക്രിയ നടത്തി സ്വകാര്യ ആശുപത്രിയിൽ, പക്ഷേ ഇപ്പോഴും കോമ എന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് അശ്വിൻ ഇപ്പോഴും ഉള്ളത്. ആ രീതിയിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കുടുംബം ആരോപിക്കുന്നു. അടിയന്തരമായി നടത്തേണ്ട ശസ്ത്രക്രിയ അത് നീട്ടിവെച്ചു എന്ന് ആരോപിക്കുന്നു. അതിൻ്റെ പേരിലാണ് അശ്വിൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ കഴിയേണ്ട ഒരു സാഹചര്യമുള്ളത്. അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോഴും നിരവധിയായിട്ടുള്ള അവസ്ഥകളിൽ കഴിയുന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ അശ്വിൻ്റെ കാര്യത്തിൽ നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ പരാതി നൽകി, ആശുപത്രി അധികൃതർക്ക് പരാതി നൽകി. നമ്മുടെ വാർത്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇടപെട്ടു. പക്ഷേ ഏകദേശം 1 മാസത്തിനടുത്താകാൻ പോകുന്നു. ഇപ്പോഴും കൃത്യമായിട്ടുള്ള നീതി ഈ കുടുംബത്തിന് ലഭിച്ചിട്ടില്ല. അശ്വിൻ ഇപ്പോഴും സ്വകാര്യ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ കഴിയുകയാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത, കോഴിക്കോട് എഗരൂൽ സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവരുടെ മലബാർ മെഡിക്കൽ കോളേജ്, അത്തോളിയിലുള്ള മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രസവത്തിനായി ചെന്നതായിരുന്നു. ഏകദേശം സെപ്റ്റംബറിലായിരുന്നു ആ ഒരു സംഭവം നടക്കുന്നത്. സെപ്റ്റംബർ 11-ാം തീയതി പ്രസവത്തിനായി ചെല്ലുന്നു. പ്രസവ വേദനയെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. അവിടെ എത്തിക്കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷം ആദ്യഘട്ടത്തിലെല്ലാം പരിശോധനയിലെല്ലാം ക്ലിയർ ആയിരുന്നു, യാതൊരു വിധത്തിലുള്ള കുഴപ്പവും ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നില്ല. എന്നാൽ 12-ാം തീയതി ആകുമ്പോൾ രാവിലെ ഗർഭസ്ഥ ശിശു മരിച്ചു എന്ന് ആശുപത്രി
ആശുപത്രി അധികൃതർ അറിയിക്കുകയാണ്. പിറ്റേ ദിവസം 13-ാം തീയതി രാവിലെയോടുകൂടി തന്നെ അശ്വതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചുണ്ടായ ചികിത്സയ്ക്കിടയിൽ അശ്വതിയും മരിക്കുന്നു. അങ്ങനെ അശ്വതിയും ഗർഭസ്ഥ ശിശുവും മരിക്കുകയാണ്. മലബാർ മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഗുരുതര അനാസ്ഥയാണ്. കൃത്യമായ സമയത്ത് ചികിത്സ നൽകിയിട്ടില്ല എന്ന ആരോപണം കുടുംബം ഉന്നയിക്കുന്നു. അവരും പരാതി നൽകുന്നു, നിരവധിയായിട്ടുള്ള സമരങ്ങൾ നടത്തുന്നു, റിലേ സത്യാഗ്രഹം അടക്കം ഈ കുടുംബം അതുപോലെ തന്നെ നാട്ടുകാരടക്കം നടത്തുന്നു. എന്നാൽ ഇതുവരെയും അവർക്കും നീതി ലഭ്യമായിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള കേസുകൾ ബീച്ച് ആശുപത്രിയിൽ നിന്നും സമാനമായിട്ടുള്ള രീതിയിൽ തോളലിന് പരിക്കേറ്റ് റാണിബായി എന്ന് പറയുന്ന ഒരു സ്ത്രീ, അവർ 1 വർഷം മുമ്പ് വീണ് പരിക്കേറ്റതായിരുന്നു. ഒരു ആക്സിഡന്റിൽ വീണ് പരിക്കേറ്റതായിരുന്നു. തോളലിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ തോളലിൽ ശസ്ത്രക്രിയ ചെയ്യുന്നു. അപ്പോഴിട്ട കമ്പി 1 വർഷത്തിന് ശേഷം ഊരി മാറ്റണമെന്ന് പറയുന്നു. ആ കമ്പി ഊരി മാറ്റുന്നതിനായി ബീച്ച് ആശുപത്രിയിൽ എത്തുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം റാണിബായി. എന്നാൽ അവിടെ വെച്ച് ഈ കമ്പി ഊരി എടുക്കുന്നതിനിടയിൽ വീണ്ടും അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അവരിത് ചെയ്തു. ആശുപത്രി അധികൃതർ ഇത് ചെയ്തു. അതിന്റെ പേരിൽ വീണ്ടും കൈക്ക് പൊട്ടലുണ്ടായി എന്നാണ് അവർ ഉന്നയിക്കുന്ന ആരോപണവും പരാതിയും. അങ്ങനെ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു. അതോടൊപ്പം ഈ ഇത്തരം ഗുരുതരമായിട്ടുള്ള ചികിത്സാ പിഴവുകൾ മാത്രമല്ല ഈ പരിശോധിക്കാനുള്ളത്, നിരവധിയായിട്ടുള്ള മറ്റ് വിഷയങ്ങളും ഈ കോഴിക്കോട് ജില്ലയിലെ ഇത്തരത്തിലുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചുണ്ട്. പ്രത്യേകിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയും അതുപോലെ തന്നെ ബീച്ച് ആശുപത്രിയും. അതായത് ഇവിടെ കൃത്യമായിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകുന്നില്ല എന്ന പരാതി. അതായത് ജീവനക്കാരുടെ അപര്യാപ്തത ഈ ആശുപത്രികളിലെല്ലാം തന്നെ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ട് എന്ന ആദ്യഘട്ടം മുതൽക്കേ ആരോപണം ഉയർന്നു വരുന്നതാണ്. ഈ അശ്വിൻ്റെ കാര്യമെടുത്ത് പരിശോധിച്ചാൽ അനസ്തെസ്റ്റുകൾ കൃത്യമായി ഇല്ല എന്നൊരു ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് അനസ്തേഷ്യ ഡോക്ടർമാരില്ല എന്ന ആരോപണം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടർമാരുടെ കുറവ് കൊണ്ടാണ് ഈ ശസ്ത്രക്രിയ നീട്ടിവെച്ചത് എന്ന് ഈ മെഡിക്കൽ ബോർഡിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വാർത്ത ചെയ്തതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരുടെ നിയമനം അടക്കം നടന്നുവെങ്കിലും ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അവരുടെ നിയമനത്തിലേക്ക് അടക്കം കാര്യങ്ങൾ പോയത്. എന്നാൽ ഇപ്പോഴും ഇരയാക്കപ്പെട്ട യുവാവിൻ്റെ അവസ്ഥ ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുന്ന, ആശുപത്രിയിൽ തുടരുന്ന അവസ്ഥ. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജീവനക്കാരുടെ അപര്യാപ്തത ഒരു വലിയ പ്രശ്നമായി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലെ പ്രശ്നങ്ങളെല്ലാം ഈ പലപ്പോഴായി രോഗികളും കൂട്ടിരിപ്പുകാരും ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകുന്നില്ല. അതോടൊപ്പം തന്നെ ഈ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റണ്ടുകൾ അടക്കമുള്ളവ വിതരണം ചെയ്യുന്നതിൽ വലിയ കുടിശ്ശിക ഈ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. ഏകദേശം കോടികളുടെ കുടിശ്ശിക വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. അതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്റ്റണ്ടുകൾ അതുപോലെ തന്നെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഈ വിതരണക്കാർ മാറി നിൽക്കുന്നു. അങ്ങനെ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ നിരവധിയായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഈ ചികിത്സയ്ക്കെത്തുന്ന രോഗികളുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്കുള്ള ചികിത്സാ പിഴവുകളും അനാസ്ഥകളും ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ട കാര്യങ്ങളുണ്ട്. ഇതിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ ചികിത്സ നടക്കുന്നതും വലിയ ശസ്ത്രക്രിയകൾ നടക്കുന്നതും അവ വിജയകരമായി പൂർത്തിയാകുന്ന കഥകളും പറയാനുണ്ട്. പക്ഷേ ഇത്തരത്തിലുണ്ടാകുന്ന അനാസ്ഥകൾ നമ്മുടെ ആരോഗ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ വലിയ പ്രൗഢിയുള്ള നമ്മുടെ ഈ ആരോഗ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവരെ പിന്നോട്ട് വലിക്കുന്നത് തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. സൂചിപ്പിച്ചതുപോലെ പക്ഷേ ഈ പാക്കേജുകളിലൊക്കെ പങ്കുവച്ചതിലും അധികം കാര്യങ്ങൾ നമ്മുടെ റിപ്പോർട്ടേഴ്സിന് പറയാനുണ്ട്. ബെൻസൺ സംസാരിക്കുമ്പോൾ എനിക്ക് അതാണ് മനസ്സിലാകുന്നത്. പറഞ്ഞിട്ടും തീരാത്ത വിധത്തിലുള്ള ചികിത്സാ പിഴവുകളുടെ, വേദനകളുടെ കഥകളാണ് നമ്മളുടെ റിപ്പോർട്ടർമാർക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് കെബിൻ കെനഡി കൂടി ചേരുകയാണ്. കെബിൻ, കൊച്ചി വ്യവസായ നഗരം എന്ന് പറയുമ്പോഴും ആശുപത്രികളുടെ നഗരം കൂടിയാണ് കൊച്ചി. ഈ കൊച്ചിയിൽ തന്നെയുള്ള അവയവക്കടത്തിൻ്റെ വാർത്ത, ആരോഗ്യമേഖലയിലെ വലിയ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട്, വലിയൊരു ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട വാർത്തയോടെയാണ് ന്യൂസ് മലയാളം പ്രക്ഷേപണം തുടങ്ങിയത് തന്നെ. അപ്പോൾ കൊച്ചിയിൽ നിൽക്കുമ്പോൾ കെവിന് മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കൊച്ചിയിലെ ചികിത്സാ പിഴവുകൾ, ആശുപത്രി അനാസ്ഥകൾ, അതൊക്കെ എത്രത്തോളം രൂക്ഷമാണ്? ലക്ഷ്മി, തീർച്ചയായിട്ടും നമ്മൾ ന്യൂസ് മലയാളം ആദ്യം ലോഞ്ച് ചെയ്തത് തന്നെ ഇത്തരത്തിൽ ലോക്ഷോറിലുള്ള ഒരു അവയവ മാഫിയയുടെ വാർത്തയുമായിട്ടാണ്. ആ സാഹചര്യം മാറ്റി നിർത്തുമ്പോൾ കൊച്ചി നഗരത്തിൽ ഇപ്പോൾ, കൊച്ചി അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ ഇപ്പോൾ നേരിടുന്ന പ്രധാനമായുള്ള വിഷയം ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ. നമ്മൾ പ്രധാനമായും സമീപ ജില്ലകളിലുള്ളവരുൾപ്പെടെ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് എറണാകുളം ജനറൽ ആശുപത്രി. അവിടെ ഇപ്പോഴും, അതായത് 6ഓളം പ്രധാനപ്പെട്ട കാഷ്വാലിറ്റിയിലും സർജറിയിലും, അതിൽ ഓങ്കോളജിയിലും ഉൾപ്പെടെയുള്ള 6ഓളം തസ്തികകൾ
സ്ഥിര നിയമനമില്ലാതെ ഡോക്ടർമാർ ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതേപോലെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർ സ്വകാര്യമായി തന്നെ ഓപ്പറേഷൻ, അതായത് സ്വകാര്യ ആശുപത്രിയിൽ പോയി സ്വകാര്യ ഓപ്പറേഷൻ നടത്തുന്നത് നമുക്ക് വാർത്തകളിൽ നിന്ന് അറിയാൻ സാധിച്ചാണ്. അതേപോലെ തന്നെ ഇന്ന് രാവിലെ നമുക്കറിയാൻ സാധിച്ചതുപോലെ അതായത് കോളഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ ഒരു 20 വയസ്സുള്ള യുവാവിന് അപ്പൻഡിറ്റൈറ്റിസ് ഓപ്പറേഷൻ നടത്തിയിട്ട് അത് കാരണം ഉണ്ടായ, അതായത് അപ്പൻഡിറ്റൈറ്റിസ് ഓപ്പറേഷൻ്റെ ബാക്കി ഭാഗം വയറിനുള്ളിൽ നിൽക്കുകയും അത് കാരണം 1 വർഷത്തോളം ജോലി ചെയ്യാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സാഹചര്യത്തിൽ പോലീസിലേക്ക് പരാതി നൽകാൻ ചെന്നപ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ പരാതി എടുക്കുന്നില്ല എന്നുള്ള തരത്തിൽ, അതായത് 20 വയസ്സുള്ള ചെറുപ്പക്കാരൻ്റെ, അതായത് നേവിയിൽ ചേരണമെന്നുള്ള 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ എല്ലാ മോഹങ്ങളും അസ്തമിക്കുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു പിഴവ് കൊണ്ട് സംഭവിച്ചിരിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് വിൽപ്പന മേഖലയിൽ, അതായത് ഇത് നിയന്ത്രിക്കാൻ ആളില്ലാതെ ആരോഗ്യ മേഖല ഒരു നാഥനില്ലാ കളരിയായി മാറുന്ന സാഹചര്യമാണ്. ഈ ഷെഡ്യൂൾഡ് എച്ച് വിഭാഗത്തിൽപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകൾ, സൈക്കോട്രോപിക്കൽ മരുന്നുകൾ ഉൾപ്പെടെയുള്ളവ ഡോക്ടർമാരുടെ കുറിപ്പടിയില്ലാതെ കൊടുക്കരുതെന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിൻ്റെയും നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് എറണാകുളത്തെ മെഡിക്കൽ സ്റ്റോറുകൾ ഇത്തരത്തിൽ മരുന്നുകൾ വിൽപ്പന നടത്തുന്നു. അതായത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കുന്നില്ല. എന്തിനാണ് അടിസ്ഥാനപരമായി മരുന്നുകൾ കഴിക്കുന്നത്, ഏത് അസുഖത്തിനാണ്, ഏത് ഡോക്ടറാണ് നൽകുന്ന വിവരങ്ങൾ ചോദിക്കാതെ കേവലം കച്ചവട താല്പര്യം മാത്രം നിലനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ മരുന്ന് വിൽപ്പന നടത്തുന്നത്. അതായത് മരുന്ന് വിൽപ്പന രംഗത്ത് മാഫിയകൾ പിടിമുറുക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു 3-4 സ്റ്റോറികൾ ഇത് സംബന്ധിച്ച് ചെയ്തിരുന്നു. അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിൽ നിന്ന് വ്യക്തമാകുന്നത്, അതായത് 2024 ആദ്യഘട്ടത്തിൽ വീണ ജോർജ് ഉൾപ്പെടെ നിയമസഭയിൽ പറഞ്ഞതാണ്, ഈ വർഷത്തെ അവസാനത്തോടെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഉപയോഗം, അനാവശ്യ ഉപയോഗം നിർത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അനാവശ്യ മരുന്നുകളുടെ ഉപയോഗം തടയുന്നതിനും മറ്റ് പരിശോധനകൾക്കുമായി ഓപ്പറേഷൻ അമൃത്, അതായത് ഡ്രഗ് കൺട്രോൾ ബ്യൂറോയുടെ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ അമൃത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചെങ്കിലും അതെല്ലാം തന്നെ ഇപ്പോൾ നിർജീവമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഗുരുതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായാണ് കെബിൻ കെന്നഡി കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യു കൂടി ചേരുകയാണ്. മനീഷ്, ആലപ്പുഴയെ സംബന്ധിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യങ്ങളില്ലായ്മ വലിയ തോതിൽ തലക്കെട്ടുകളിൽ നിറഞ്ഞ വാർത്തയായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇതാ അവിടെ നിന്നും നവജാത ശിശുവിൻ്റെ ജനിതക പിഴവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഇങ്ങനെ ആലപ്പുഴ ചികിത്സാ പിഴവുകളുടെ തലസ്ഥാനമായി മാറുന്നത് കഴിഞ്ഞ ഏറെക്കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയിൽ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? എനിക്കറിയാം ഈ പാക്കേജിനും അപ്പുറമാണ് യാഥാർത്ഥ്യങ്ങൾ എന്ന്. ലക്ഷ്മി പത്മ, തീർച്ചയായും ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയുടെ അമ്പലപ്പുഴയിലാണ് ഈ മെഡിക്കൽ കോളേജ് ഉള്ളത്. ഇവിടുത്തെ MLA ആയിട്ടുള്ള ഭരണകക്ഷിയുടെ H. സലാമിന് ഈ ആശുപത്രിക്കെതിരെ, അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്കെതിരെ പരസ്യമായി സമരത്തിന് ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ആശുപത്രിയെ സംബന്ധിച്ച്, ഇവിടുത്തെ പിഴവുകൾ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായിട്ട് എടുത്തുകൊണ്ട്, അതായത് സ്ഥലം MLAക്ക്, ഭരണകക്ഷിയുടെ MLAക്ക് സ്വന്തം മെഡിക്കൽ കോളേജിനെതിരെ സമരത്തിന്, അതായത് ഒരു പരസ്യ സമരത്തിന് ഇറങ്ങേണ്ടി വരുന്ന തരത്തിലേക്ക് പോലുമായി ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതാണ്. ഈ ന്യൂസ് മലയാളം സംപ്രേഷണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിരവധി സംഭവങ്ങളാണ് ഈ ഉണ്ടായിട്ടുള്ളത്. അതിലൊരു ഷിബിനയുടെ മരണമുണ്ട്, അതുപോലെ തന്നെ നമ്മൾ സംപ്രേഷണം തുടങ്ങുന്ന തൊട്ട് മുമ്പ് നടന്ന ഒരു ഉമൈബയുടെ മരണമുണ്ട്. ഇതൊക്കെ ചികിത്സാ പിഴവ് മൂലം ഉണ്ടായത് എന്നുള്ളതായിരുന്നു പ്രധാനമായിട്ടുള്ള ആരോപണം. ഈ ഡ്യൂട്ടി സമയത്ത് സീനിയർ ഡോക്ടർമാരൊന്നും തന്നെ ഇവിടെ ഇല്ല, ഹൗസ് സർജൻസിലുള്ളവർ മാത്രമായിരുന്നു ഉണ്ടെന്നുള്ള കാര്യമായിരുന്നു വലിയ രീതിയിലേക്കുള്ള ഒരു ആരോപണത്തിലേക്ക് ഉയർന്നത്. പിന്നീട് ഈ ആരോപണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭരണകക്ഷിയും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം ഒറ്റക്കെട്ടായി സമരത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം. MLA തന്നെ, സ്ഥലം MLA തന്നെ വലിയ രീതിയിലേക്ക് ഒരു പരസ്യമായിട്ടുള്ളൊരു സമരത്തിൽ ഇറങ്ങുന്നു. അവിടെ നിന്ന് ഇനിയും ഇത്തരത്തിൽ ഡോക്ടർമാർ കൃത്യസമയത്ത് ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ കൈകാര്യം ചെയ്യേണ്ടി വരും അടക്കമുള്ള ഭീഷണിയുടെ സ്വരത്തിലേക്ക് പോലും എത്തേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ വളരെ കുറച്ച് മാത്രമാണ് ഈ ചികിത്സാ പിഴവുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് ഒരു അറുതി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഈ ആലപ്പുഴയിൽ തന്നെ ഈ ശിശു, അതുപോലെ തന്നെ വനിതാ ആശുപത്രി, കടപ്പുറത്തുള്ള വനിതാ ശിശു ആശുപത്രി, ഇവിടുത്തെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസവകാല ചികിത്സയെല്ലാം തന്നെ നടത്തുന്ന അവിടെയാണ്. സർക്കാർ സംവിധാനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെയാണ് എല്ലാവരും ചികിത്സ തരുന്നത്. പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ തരത്തിലേക്കുള്ള ഒരു ഗുരുതരമായ സംഭവം ഉണ്ടായത്. അതായത് ഈ ഗർഭകാലത്ത് ഈ
യുവതിക്കുണ്ടായിരുന്ന കുഞ്ഞിനുണ്ടായിരുന്ന വൈകല്യങ്ങളൊന്നും തന്നെ തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യം. എല്ലാ സ്കാനിങ്ങുകളും, അതായത് ഒരു ഗർഭകാലത്ത് ഒരു സ്ത്രീ സ്വീകരിക്കേണ്ട എല്ലാവിധ സ്കാനിങ്ങുകളും പൂർത്തിയാക്കിയിട്ടും ഒരിക്കൽ പോലും ഈ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടെത്താൻ സ്കാനിങ്ങുകൾ കഴിയുന്നില്ല. ആ സ്കാനിങ്ങുകൾ നടന്നത് സ്വകാര്യ ലാബിലാണ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ ആശുപത്രി അധികൃതർ പറയുന്നത്. പക്ഷേ അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല എന്നുള്ളതാണ് ഈ കടപ്പുറം ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രശ്നം. ഈ ഭാഗങ്ങളിലൊക്കെ ഈ ആശുപത്രിയിലെ ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ, അതായത് ഈ ടെസ്റ്റുകൾ അടക്കം നടത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ടാണ് ഈ കുടുംബത്തിന് സ്വകാര്യ ലാബുകളുടെ സഹായം തേടേണ്ടി വന്നത്. സ്വകാര്യ ലാബുകളുടെ സഹായം തേടേണ്ടി വന്നപ്പോൾ ഒരു തരത്തിലുള്ള അപാകതകളും, അതായത് ഈ കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഈ നടത്തിയ പരിശോധനകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. പിന്നീട് ഈ പ്രസവം ആരംഭിക്കുന്ന പ്രസവ ദിവസം ആണ് ഈ കുഞ്ഞിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഈ കടപ്പുറം ആശുപത്രിയിൽ നിന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് അവർ രാത്രി ഇവിടെ എത്തുന്നതും പിന്നീട് കുഞ്ഞ് ജനിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഗുരുതരമായ വൈകല്യങ്ങളുണ്ട് എന്നറിയുന്നതും. അതിനോടൊപ്പം തന്നെ ചേർത്ത് വരേണ്ടതാണ് ഈ ആശുപത്രിയുടെ, അതായത് ഈ കടപ്പുറം ആശുപത്രിയിൽ ഒരു വർഷം മുമ്പ് ഒരു കുഞ്ഞിൻ്റെ ജനനം നടക്കുന്നു. പ്രസവം നടക്കുമ്പോൾ അവർ വാക്കം ഉപയോഗിച്ചാണ് പ്രസവം എടുക്കുന്നത്. ആ വാക്കം ഉപയോഗിച്ചുള്ള പ്രസവത്തിനിടയിൽ ആ കുഞ്ഞിൻ്റെ വലത് കൈക്ക് തളർച്ച ഉണ്ടാകുന്നു. വലത് കൈക്ക് തളർച്ച ഉണ്ടായതിനെ തുടർന്ന് കുടുംബം ഇക്കാര്യത്തിൽ ഈ ആശുപത്രി അധികൃതരായിട്ട് പരാതി പറയുമ്പോൾ അവർ പറയുന്നത് 3 മുതൽ 6 മാസം വരെ കാലയളവിൽ ഒരു പക്ഷേ ഇങ്ങനെ ഈ പ്രസവത്തിൽ കൈ ഞെരുങ്ങി ഇറങ്ങുന്നത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ്, ആരോഗ്യ പ്രശ്നങ്ങളാണ്. പക്ഷേ അത് 3 മാസം മുതൽ 6 മാസം മുതൽ കൊണ്ട് തന്നെ പൂർത്തിയാകും. അതിനപ്പുറത്തേക്ക് കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ 1.5 വർഷമായി ഇപ്പോഴും അവർ ചികിത്സ തുടരുകയാണ്. അത്തരത്തിൽ നിരവധി പരാതികൾ ഈ ആശുപത്രികൾക്കെതിരെ, അതുപോലെ ഈ വണ്ടാനം മെഡിക്കൽ കോളേജ് ആണെങ്കിലും അതുപോലെ തന്നെ വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. ഈ വനിതാ ശിശു സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണ ഒരു കുഞ്ഞിന് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാൻ ചെല്ലുമ്പോൾ പല ആവർത്തി കുഞ്ഞിന് ഇഞ്ചക്ഷൻ എടുക്കാൻ ശ്രമിച്ചിട്ടും ഞരമ്പ് കിട്ടാത്തൊരു സാഹചര്യം, പല തവണ കുഞ്ഞിനെ കുത്തുന്നൊരു സാഹചര്യം. ഉടനെ അമ്മ ശുഭതയാവുന്നു, ഇവിടെ ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞ് സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ പൂർത്തിയാക്കുന്നു. പക്ഷേ അതിൽ പോലും ഒരു പ്രതികാര നടപടിയാണ് ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. നിലവിലെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഡോക്ടർമാർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള അവരെ അപായപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാതി വന്നാൽ ഉടനടി കേസെടുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. അപ്പോൾ ആ രീതി ഉപയോഗപ്പെടുത്തി ഇവർക്കെതിരെ വ്യാജ പരാതി കൊടുക്കുകയും ഇവർക്കെതിരെ കേസെടുപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായി. ഇനി നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം തന്നെ, ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നോക്കുകയാണെങ്കിൽ നിരവധി പരാതികൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരാതികളെല്ലാം തന്നെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസെടുക്കുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു, വിവാദമായാൽ ഉടനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വിദഗ്ധ സംഘത്തെ നിയമിക്കുന്നു. വിദഗ്ധ സംഘം ഇവിടെ എത്തി വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകി പോകുന്നു. അതിന് സമാനമായി തന്നെ ഈ അമ്പലപ്പുഴ സ്റ്റേഷനിലും അതുപോലെ തന്നെ ആലപ്പുഴ സ്റ്റേഷനിലെല്ലാം തന്നെ കൃത്യമായ പരാതികൾ എടുക്കുന്നു. ഈ അന്വേഷണത്തിനപ്പുറത്തേക്ക് യാതൊരുവിധ നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് ഡിവൈഎസ്പിയോട് ചോദിക്കുമ്പോൾ പോലും അവർ പറയുന്നത് നമുക്കിതിന് പരിമിതികളുണ്ട്, കൃത്യമായ കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് എന്തെങ്കിലും നടപടികളിലേക്ക് കടക്കാൻ നമുക്ക് സാധിക്കില്ല. അതിൽ പ്രധാനമായും ഈ മെഡിക്കൽ ടേമുകൾ ഉപയോഗിച്ചാണ് പലപ്പോഴും റിപ്പോർട്ടുകൾ അവസാനിക്കുക. അതായത് ഒരു പരിശോധനകളും പൂർണ്ണമായും സക്സസ് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഈ മെഡിക്കൽ ശരിയാണ്, സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ഈ നടപടികളിൽ നിന്ന് പിന്മാറുന്നത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഡോക്ടറോട് സംസാരിക്കുമ്പോഴും എനിക്കത് തന്നെയാണ് തോന്നിയത്. അവർ സാങ്കേതിക കാര്യങ്ങൾ വാക്കുകൾ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെ വിശദീകരിക്കുകയാണ്, ന്യായീകരിക്കുകയാണ്. അപ്പോൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിന് ഒരു കൺസേണുമില്ലാത്ത വിധത്തിലുള്ള സംസാരമാണ് ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് തന്നെ വരുന്നത്. അന്വേഷണ റിപ്പോർട്ടുകളും അതങ്ങനെ തന്നെയാണ്. അത് സാങ്കേതികമായ വാക്കുകൾ ഉപയോഗിച്ച് അന്വേഷണ റിപ്പോർട്ടുകൾ ക്ലോസ് ചെയ്യുന്നു. പക്ഷേ അതിന്മേൽ തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല. പെട്ടെന്നുള്ള ഒരു അന്വേഷണം എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും സംതൃപ്തരാകുന്നു. പക്ഷേ ആ അന്വേഷണത്തിനുമപ്പുറം ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു കൂടി ചേരുകയാണ്. ബിനിൽ, ആരോഗ്യ കേരളം തകർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ചികിത്സാ പിഴവുകളുടെ വാർത്തകൾ ഓരോ ദിവസവും വരുന്നത് കൂടുകയാണ്. എന്താണ് ആരോഗ്യ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? എന്താണ് കാതലായ പ്രശ്നം?
ലക്ഷ്മി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിന് കൃത്യമായ ഒരു സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പിഴവുണ്ടായാൽ അത് അപ്പോൾ തന്നെ പരിഹരിക്കുക, അല്ലെങ്കിൽ അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. പക്ഷേ നിലവിൽ നേരത്തെ ഇപ്പം മനീഷ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുക മാത്രമാണ് ചെയ്യുക. ഇപ്പോൾ ഈ ചികിത്സാ പിഴവുണ്ടായ അവരുടെ കുടുംബത്തിന്, ബന്ധുക്കൾക്കുള്ള ഏറ്റവും വലിയ പരാതി ഇതിനുള്ള ഈ പിഴവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നടപടിയെടുക്കുന്ന കൃത്യമായ സംവിധാനം ആരോഗ്യവകുപ്പിന് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ വലിയ വാർത്തയായി കഴിയുമ്പോൾ പ്രത്യേക വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും അത് അന്വേഷിക്കുകയും ആ ഘട്ടത്തിൽ ഒരു നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ക്രിമിനൽ കുറ്റമായി പോലീസിലേക്ക് കേസ് എത്തുന്നുണ്ടെന്ന ചോദ്യത്തിന് ഇല്ല എന്ന് തന്നെയാണ്. ഭൂരിഭാഗവും എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിനുള്ള മറുപടി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത, അത് കഴിഞ്ഞ 8 വർഷം മുൻപുള്ള ഒരു സംഭവമാണ്. അന്ന് മാധ്യമങ്ങളിലൊക്കെ എല്ലാ മാധ്യമങ്ങളും കൃത്യമായ ഇടപെടലുണ്ടായ ഒരു വാർത്തയാണ്. 4 മാസം പ്രായം മാത്രമുള്ള രുദ്ര എന്ന ശിശു, ആ കുഞ്ഞ് SIT ആശുപത്രിയിൽ മരിക്കുന്നു. അത് ഡോക്ടർമാരുടെ ചികിത്സാ പിഴവെന്ന് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയതുമാണ്. ആദ്യം ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ കുഞ്ഞിന് കാര്യമായ വലിയ പ്രശ്നങ്ങളില്ല. പിന്നീട് അവിടെ ഡോക്ടർമാർ ഈ മരുന്ന് നൽകുന്നു. അതിൽ ഏറ്റവും പ്രധാനം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇവിടെ സീനിയർ ഡോക്ടർമാരുടെ ഒരു അപര്യാപ്തത, അല്ലെങ്കിൽ അവർ ഇതിൽ ഇടപെടുന്നില്ല. PG ഡോക്ടർമാർ കുഞ്ഞിനെ പരിശോധിക്കുകയും മരുന്ന് നൽകുകയും ചെയ്തു. മരുന്ന് മാറി നൽകിയെന്നാണ് മാതാപിതാക്കളായ രമ്യയും സുരേഷ് ബാബുവും പറയുന്നത്. ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ കുഞ്ഞിന് കാര്യമായ പ്രശ്നമുണ്ടായിരുന്നത്. പക്ഷേ അവിടെ എത്തിച്ച് മരുന്ന് നൽകിയ ശേഷം കുഞ്ഞ് മരിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ വലിയ സമരങ്ങൾ ആ കുടുംബം ചെയ്തു. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ അവരുടെ മറ്റൊരു കുഞ്ഞായ 2.5 വയസ്സുണ്ടായിരുന്ന, അന്ന് 2.5 വയസ്സായിരുന്ന കുഞ്ഞുമായി, ദുർഗ എന്ന കുട്ടിയുമായി സമരം ചെയ്തു. അന്ന് വലിയ രീതിയിൽ അവർക്കെതിരെ പോലീസ് കേസെടുക്കുകയും അവരെ, ഈ കുഞ്ഞിനെ, സമരം ചെയ്ത കുഞ്ഞിനെ അവിടെ നിന്ന് മാറ്റുകയും ചൈൽഡ് വെൽഫെയർ അസോസിയേഷൻ ഏൽപ്പിക്കുകയും ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾക്ക് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പറയുന്നത്. എന്തായാലും അത് ഒരു ഉദാഹരണം മാത്രമാണ്. തിരുവനന്തപുരത്ത് മാത്രമല്ല, സംസ്ഥാനത്തുടനീളം ഈ ചികിത്സാ പിഴവ് അതിങ്ങനെ നിരന്തരം എന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ വേണ്ടത് കൃത്യമായ ഒരു സംവിധാനമാണ്, പരിശോധനാ സംവിധാനമാണ്. ഒരു പിഴവുണ്ടായാൽ അത് അടിയന്തരമായി തന്നെ അതിൽ നോക്കുകയും പരിശോധിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ആ പരിശോധന ഉണ്ടാവുകയും വേണം. പക്ഷേ കൃത്യമായ ഒരു നടപടിയോ ഇടപെടലോ അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ആരോഗ്യരംഗം കേരളത്തിൽ നമ്പർ 1 ആണ് എന്നാണ് സർക്കാർ പറയുന്നത്. പല കാര്യങ്ങളിലും നമുക്ക് ചികിത്സാ നേട്ടമുണ്ട്. പ്രത്യേകിച്ച് അടുത്തിടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം വന്നത്. ആ സമയത്ത് അത് കൃത്യമായി തന്നെ വലിയ മരണങ്ങളിലേക്ക് പോകാതെ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാനും നമുക്ക് സാധിച്ചു. അതൊക്കെ നിലനിൽക്കെ തന്നെ ഇത്തരം വിഷയങ്ങൾ കൂടി ഈ ആരോഗ്യ മേഖലയിൽ നടക്കുന്നുണ്ട്. അത് കൃത്യമായ പരിശോധനാ സംവിധാനങ്ങൾ വേണം. ഈ കുടുംബം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സ്ഥിരമായ ഒരു സംവിധാനം വേണം. ഇപ്പോൾ ചികിത്സാ പിഴവ് അനുദിനം ഉണ്ടാകുന്ന ഒന്നാണ്. അത് ഒരു റിപ്പോർട്ട് ചെയ്താൽ, അല്ലെങ്കിൽ അത് ഉണ്ടാകാതിരിക്കാൻ ഇടപെടൽ വേണം. അതിനൊപ്പം തന്നെ ഈ ഒരു സംഭവം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഒരു പിഴവുണ്ടായാൽ അത് കൃത്യമായി പരിശോധിച്ച് നടപടിയെടുക്കാനുള്ള സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം ദിനംപ്രതി ഈ ചികിത്സാ പിഴവുകൾ വർദ്ധിച്ചു വരികയാണ്. അതിൽ കാതലായ ഒരു ഇടപെടൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വേണം. അത് തന്നെയാണ് ഈ കുടുംബങ്ങളും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ആ കുടുംബം പറഞ്ഞു വെക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ നിരന്തരം ചികിത്സാ പിഴവുകൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ ഒരു സ്ഥിരം സംവിധാനം വേണം എന്നുള്ളത്. അത് കേരളത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഏതായാലും ഈ സാധാരണക്കാരായ മനുഷ്യർ, അവർ ഈ ആരോഗ്യ സംവിധാനത്തിലെ പിഴവിൻ്റെ ഇരകളായി മാറുന്ന അത്യന്തം ദയനീയമായ കാഴ്ച നമുക്ക് ഓരോ ദിവസവും കാണേണ്ടി വരുന്നു. ചിലർ മരണത്തിലേക്ക് പോകുന്നു, ചിലർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയിൽ ജീവിതം വേദനയോടെ തള്ളി നീക്കേണ്ടി വരുന്നു. ഇങ്ങനെ ചികിത്സാ പിഴവുകളുടെ, അനാസ്ഥകളുടെ വാർത്തകൾ ഓരോ ദിവസവും വാർത്താ ബുള്ളറ്റിനുകളിൽ നിറയുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ പ്രത്യേക അന്വേഷണം നടത്തി ഈ പ്രത്യേക റിപ്പോർട്ടുകളെല്ലാം കൂടി ചേർത്ത് ഒരു ബുള്ളറ്റിനായി ക്രോഡീകരിച്ചത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് അടിയന്തര നടപടി വേണം. അതിനുള്ള ഒരു സമ്മർദ്ദ ശക്തിയാകുവാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. തീർച്ചയായും ഞങ്ങൾ ഈ റിപ്പോർട്ടുകൾ, ഈ അന്വേഷണം തുടരുക തന്നെ ചെയ്യും.